ഞാൻ കേട്ട സത്യമാണോ? നീ എന്താ കേട്ടത്? സ്കൂട്ടർ എടുക്കാൻ പോണോ നീ? അത് ഞാൻ നിന്റെ അടുത്ത് മുമ്പേ അവിടെ വെച്ച് പറഞ്ഞാണല്ലോ വണ്ടി എടുക്കാൻ പോകുന്നു. നീ എന്തിനാണോ ഇടാന്ന് എനിക്കറിയണ്ട. എനിക്ക് ഡ്യൂക്ക് കിട്ടൂല്ലേ പറയണം. ഡ്യൂക്കോ? എന്തോ ഡ്യൂക്ക്? ഡ്യൂക്ക് ബൈക്ക്. എനിക്ക് ഡ്യൂക്ക് ബൈക്ക് കിട്ടൂല്ലേ? എനിക്ക് ഓഫീസിൽ പോകുന്ന വരെ ഒരു 2 വീലർ മേടിക്കണം ഞാൻ പറഞ്ഞത്. നിനക്ക് ഡ്യൂക്ക് ഉണ്ടാക്കാനൊന്നുമല്ല. ഇപ്പൊ എടുത്തെറിഞ്ഞെന്തറിയോ? പത്രമാണ് അച്ഛനാണോ? ഇങ്ങനെ എടുത്തെറിയാൻ പാടോ അത്? ദേ എന്റെ ക്ഷമയെ പരിശീലിക്കാൻ മര്യാദയ്ക്ക് ഭൂമി നൽകിപ്പോ ഞാൻ പറഞ്ഞത്. ഓഹോ, വല്ലാത്ത ചതിയായി പോയിട്ടോ. നീ കൊലച്ചതിയായി പോയി. ഒരു വണ്ടി എടുത്തരാന്ന് പറഞ്ഞ് ഞാൻ എത്ര മോഹിച്ചെന്നറിയോ? നിന്റെ അടുത്ത് ആരെങ്കിലും മോഹിക്കാൻ പറഞ്ഞോ? പറഞ്ഞോന്ന്. എടാ സ്വന്തമായിട്ട് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അധ്വാനിച്ച് വാങ്ങിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ നേരെ തന്നെ മേടിക്കേണ്ടത്. മറ്റുള്ളവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കുണം ഒന്നാ തെറ്റിരിക്കുക. മര്യാദയ്ക്ക് റൂമിൽ ഇറങ്ങിപ്പോ. നിന്റെ കുണം അല്ലെല്ലാം തെറ്റിക്കൊണ്ടിരിക്കണേ എപ്പോഴും. എനിക്കൊരു വണ്ടി വേണം. പറ്റുമോ? എടുത്തരാൻ പറ്റുമോ? ഇല്ലേ? എനിക്ക് ഡ്യൂക്ക് കിട്ടൂല്ലേ? ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. ഞാൻ എനിക്ക് സ്കൂട്ടർ എടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞത്. എന്റെ പൊന്നു നീ ഇപ്പോഴും ആ സ്കൂട്ടർ പിടിച്ചോണ്ടിരിക്കണ. അത് നമുക്ക് സെറ്റ് ആവില്ല. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ? ആര് പറഞ്ഞു? നമ്മൾ നേരത്തെ തീരുമാനിച്ചു. നോക്കാം. സ്കൂട്ടർ വാങ്ങിക്കില്ലെന്നേ നോക്കാം കേട്ടോ. സ്കൂട്ടർ തന്നെ വേണോന്ന് നിർബന്ധമുണ്ടോ? ഡ്യൂക്കായ പ്രശ്നമുണ്ടോ? മര്യാദയുടെ ഭാഷയെ ഞാൻ പറഞ്ഞു. വിണ്ടി പോരുത്. റൂമിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോണം. അവന്റെ ഡ്യൂക്ക് കോപ്പ്. ഡ്യൂക്ക് മേടിച്ച് തരൂല ഉറപ്പല്ലേ? അപ്പൊ എന്റെ അളിയൻ പറഞ്ഞ എന്തിനാണ് വണ്ടി? ആ സ്കൂട്ടറിന്റെ ആവശ്യം എന്തിനാണ്? ഇങ്ങനൊരു വീട്ടിൽ സ്കൂട്ടറിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് കാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ പോവാ. എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ വരാം. ഇല്ല എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിൽ കാറുണ്ട്. എന്ത് കാര്യത്തിന് സ്കൂട്ടർ? ചുമ്മാ പെട്രോൾ ചെലവ്. അതിൻ്റെ ഇടയ്ക്ക് EMI അടയ്ക്കണം. ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ വന്നോണം. EMI അടയ്ക്കണം. എന്തൊക്കെ അനാവശ്യ ചെലവാണ്. അതല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അതല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ സ്കൂട്ടർ ഈ വീട്ടില്? മാത്രല്ലേ അവർക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞൂടാ. അതിനകത്ത് ഏറ്റവും വലിയ കോമഡി നമ്മൾ സ്കൂട്ടർ ഓടിക്കാൻ കണ്ടിട്ടുണ്ടോ? അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം തൊടും. ഇങ്ങനെ വളഞ്ഞാണ് പോണം. അതിന്റെ ഇടയ്ക്ക് 2 കാലും തറയിലായിരിക്കും. ചെരുപ്പ് തേഞ്ഞു പോവും. ആഴ്ച ചെരുപ്പ് ഓടിച്ചു കൊടുക്കേണ്ടി വരും സ്കൂട്ടർ. മറ്റുള്ള ചെരുപ്പ് ഓടിച്ചോണ്ട് വണ്ടി ഓടിക്കുന്നത് ദേഷ്യപ്പെടുന്നുണ്ടാ? ഈ ദേഷ്യം തന്നെ പ്രശ്നമാണ്. ഒരു മനുഷ്യന് വണ്ടി ഓടിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം എന്തെന്നറിയൂ? പറ. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്തര്? ലൈസൻസ്. അളയാ പറഞ്ഞു വിടണേ അങ്ങോട്ട് കേട്ടോ. അത്യാവശ്യമായിട്ട് വേണ്ടത് വണ്ടിയല്ലേ? സ്കൂട്ടർ ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പറ്റും. അങ്ങനെയല്ലേ? അളിയനായിപ്പോ ഞാൻ വെല്ലോം വിളിച്ചാൻ പറഞ്ഞ മിണ്ടിപ്പോയി. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ക്ഷമ. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കുറവാണ്. വണ്ടി എടുത്ത് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. സംഭവം എന്തെന്ന് വെച്ചാൽ അളിയാ, ഈ നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോണം റോട്ടിൽ കൂടെ. ഒരുത്തൻ ടക്കന് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നിരിക്കട്ടെ. ഈ ക്ഷമയുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പോകും. ക്ഷമ ഇല്ലാത്തവരാണെങ്കിൽ ടക്കന് അവനെ ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ സ്പീഡ് കൂട്ടി ആക്സിഡന്റ് സംഭവിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത് ക്ഷമ വേണം വണ്ടി എടുക്കാൻ. ഞാനൊരു കാര്യം പറയട്ടെ. ആരൊക്കെ ഇനി എന്തൊക്കെ കടന്ന് പറഞ്ഞാലും ജെസ്സി വണ്ടി എടുക്കും തീരുമാനിച്ച വണ്ടി എടുത്തിരിക്കും. വണ്ടി എടുക്കണം. വണ്ടി എടുത്തു പിന്നെ ഞാൻ എടുത്തു കൊടുത്താലേ അവൾ എടുക്കണം. പോയ എന്തേ പറഞ്ഞ് മാറ്റാൻ നോക്കണേ. പോകുമ്പോ ഈ തുണി കൊണ്ട് എടുത്ത് വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ